ഞാൻ സയ്യിദ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ മൂവാറ്റുപുഴ എന്ന അടുത്തുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഞാനൊരു യാക്കോബയ സമുദായത്തിൽ നിന്നാണ് എൻ്റെ മാതാപിതാക്കൾ. പിതാവിൻ്റെ പേര് ജോർജ്. ഞാൻ ജനിച്ചത് വളരെ ക്രിസ്തീയപരമായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ്. മാതാപിതാക്കൾ ടീച്ചേഴ്സാണ്. അവർ റിട്ടയർഡായി. മദർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എനിക്ക് 2 സഹോദരന്മാരാണുള്ളത്. അവർ ഓസ്ട്രേലിയയിലാണ്. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് അറിയാനിടയായത്. ഞാൻ വിചാരിച്ചത് മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണെന്നും മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് ചന്ദ്രനെയാണെന്നുമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എല്ലാ പള്ളിയുടെ മുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടീസിലൊക്കെ ചന്ദ്രനും നക്ഷത്രമൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, യേശു ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്, യേശു എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പലരോടും ചോദിച്ചു, എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു അടുത്തുള്ളൊരു മലയാളി സുഹൃത്ത് എന്നോട്, ഒരു മുസ്ലിം സുഹൃത്ത്, പരിചയമുള്ള ഒരു മലയാളി സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഖുറാനിൽ നിങ്ങളുടെ ഈ യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, ഞങ്ങൾ ഈസാ നബി എന്നാണ് പറയുന്നത്, എബ്രഹാം പ്രവാചകനൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യേശുവും ഇസ്ലാം മതവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം അടുത്തുള്ള ഒരു പള്ളിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു, യൂസുഫ് അലി. അത് തുറന്ന് ആദ്യം ഞാൻ നോക്കിയത് യേശു ആരാണ് യേശു. അതാണ് ഞാൻ ആ ഖുർആൻ തുറന്നു കഴിഞ്ഞപ്പോൾ നോക്കിയത്. അപ്പോൾ ഞാൻ ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ് നോക്കിയത്. പക്ഷെ ഞാൻ കണ്ടത് മറിയം എന്നുള്ള ചാപ്റ്ററാണ്, 19ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ യേശു ആരാണെന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. 19ാം അധ്യായത്തിൽ 30ാം വചനത്തിൽ യേശു തൊട്ടിലിൽ കിടക്കുന്ന യേശു പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഇതെനിക്ക് വ്യക്തമായ ഒരു ഉത്തരം തന്നു യേശു ആരാണെന്നുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ നോക്കിയ യേശു പ്രാർത്ഥിക്കുന്നു. ഇപ്പം യേശു ദൈവമാണ്, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പ്രാർത്ഥിക്കുന്ന യേശു ആരാണെന്നാണ് ഞാൻ നോക്കിയത്. അതിന് ഉത്തരം ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. പിന്നീട് ഞാൻ അങ്ങനെ പലപ്പോഴുമായിട്ട് ഈ പള്ളിയിൽ പോകുമ്പോഴും അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ നോക്കും, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. യേശു പല മിറക്കിൾസും കാണിച്ചു. പക്ഷെ യേശു അള്ളാഹുവിൻ്റെ, അതായത് പഴയ നിയമത്തിലെ യഹോവയുടെ അനുവാദം കൊണ്ടാണ് ചെയ്തതെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. അത് ബൈബിളിൽ ഞാൻ കണ്ടു. അത് ബൈബിളിൽ യേശു പറയുന്നുണ്ട്, ഐ ക്യാൻ ഡു നത്തിങ്, എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, എനിക്ക് സ്വമേധയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആകാംക്ഷയായി, എന്താണ് ഈ ഇസ്ലാം, എന്താണ് ഇസ്ലാം. അപ്പം അങ്ങനെ ഞാൻ ഈ ഖുർആൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു. ആദം നബിയോട് ആ വൃക്ഷത്തിലെ മരത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അവർ സൈത്താൻ്റെ, അതായത് ഇബ്ലീസിൻ്റെ പിടിയിൽപ്പെട്ട് വലയിൽപ്പെട്ട് അവരത് കഴിക്കുകയും പിന്നീട് അവിടുന്ന് പുറത്താക്കപ്പെടുകയും ഭൂമിയിൽ വരികയും ചെയ്തു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞത്, കാലാകാലങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു വഴികാട്ടി അയക്കും, പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ ആര് പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു. അത് തന്നെയാണ് യേശു പറഞ്ഞത്. ഐ ആം ദ വേ ആൻഡ് ട്രൂത്ത്, ഞാൻ വഴിയും മാർഗവും സത്യമാണെന്നാണ് യേശു പറഞ്ഞത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് യേശു പറയുന്നത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്.
യേശുവിന്റെ വഴിയും സത്യവും എന്താണ്? യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുക. യേശു പ്രാർത്ഥിച്ച അങ്ങനെയാണ്, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ഭൂമിയിലെ പോലെ ആകണമേ. യേശു ഒരിക്കലും ആ ശിഷ്യന്മാരെയോ അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നിന്നവരെ എന്നെ ആരാധിക്കണമെന്ന് പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. യേശുവിന്റെ കാലത്ത് യേശുവിന്റെ അമ്മയോ യേശുവിന്റെ ശിഷ്യന്മാരോ യേശുവിനെ ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം ആരാധിക്കുന്നത് പോലെ യേശുവിനെ ആരും ആരാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഈ യേശു പഠിപ്പിച്ച മതം. അതായത് യേശു പഠിപ്പിച്ച ആ ഒരു വിശ്വാസം തന്നെയാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിൽ പറയുന്നത് നിങ്ങൾ ഏകനായ ദൈവത്തെ ആരാധിക്കുക. യേശുവിന് ദൈവം ഒരു വേദഗ്രന്ഥം കൊടുത്തു. അത് ഹീബ്രു ഭാഷയിൽ ആണ്. പിന്നെ മോശയ്ക്ക് ഒരു ബുക്ക് കൊടുത്തു, അത് ഹീബ്രു ഭാഷയിലാണ്. പിന്നെ ഞാനത് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യേശുവിന് കൊടുത്ത ഇഞ്ചിയിൽ, അതായത് അറാമിക് ഭാഷയിൽ ദൈവം കൊടുത്ത വേദഗ്രന്ഥം ഇന്ന് നിലവിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷ് ബൈബിള്, മലയാളം ബൈബിള്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ തന്നെ ഒത്തിരി വേർഷൻസ് ഉണ്ട്. കിങ്സ് ജെയിംസ് വേർഷൻ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, ന്യൂ സ്റ്റാൻഡേർഡ് വേർഷൻ, അങ്ങനെ കുറേ വേർഷൻസ് ഉണ്ട് ഇവർ. അതേസമയം ഈ പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ഒരേ ഒരു ഖുർആൻ മാത്രമേ ഉള്ളൂ. ഞാൻ പരിഭാഷയുടെ കാര്യമല്ല പറയുന്നത്. ഇന്നും പരിശുദ്ധ ഖുർആൻ ദൈവം അവതരിപ്പിച്ച, മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച അതേ രീതിയിൽ, അതേ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ആ വേദഗ്രന്ഥം ഇന്നും നിലനിൽക്കുന്നു. അതേസമയം യേശുവിന് ദൈവം കൊടുത്ത അറാമിക് ഭാഷയിൽ കൊടുത്ത ആ വേദഗ്രന്ഥം ഇന്ന് നിലവിലില്ല. പിന്നെ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഈ ഖുർആന് ആണ് അംഗീകരിക്കുന്നതും ഫോളോ ചെയ്യുന്നതും. പിന്നെ എനിക്ക് ഇസ്ലാം മതത്തിൽ ഞാൻ പല കാര്യങ്ങൾ ഞാൻ നോക്കി. യേശു ബൈബിളിൽ പറയുന്നുണ്ട്, യേശു കുറെ ദൂരം പോയിട്ട് യേശു മുഖം കുത്തി, അതായത് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ നെറ്റി തറയിൽ തൊട്ട് പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത് യേശു ഒരു മുസ്ലിം ആയിരുന്നു എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്നവനെന്നാണ്. അല്ലാതെ ഒരാൾക്ക് മുസ്ലിം പേര് വെച്ചിട്ട് ഖുർആൻ പറയുന്നതോ അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്നതോ അനുസരിക്കാതെ ജീവിക്കുന്നവരല്ല മുസ്ലിം. ദൈവത്തിന് സമ്പൂർണമായ സമർപ്പിച്ചവരാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ചന്ദ്രനും സൂര്യനും ഒക്കെ മുസ്ലിമാന്ന് പറഞ്ഞാൽ അതൊക്കെ മുസ്ലിങ്ങളാണ്. കാരണം അവർ നിശ്ചയിച്ച പാതയിൽ നിന്നൊന്നും അത് മാറുന്നില്ല. അത് അവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നു. അതുതന്നെയാണ് ദൈവം പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ മുഹമ്മദ് നബിയും പഠിപ്പിച്ചത്. മർക്കോസ് 12:29 യേശു പറയുന്നു, ഹിയർ ഓ ഇസ്രായേൽ, അവർ ലോർഡ് ഓഫ് ഇസ്രായേൽ ഇസ് വൺ. ഓ ഇസ്രായേൽ സമുദായമേ, നിങ്ങൾ കേൾക്കുക, നമ്മുടെ കർത്താവ് ഏകനാണ്. അതാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഗുരു ആദ്യത്തെ കൽപ്പന എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞ ഇതാണ്, ഏകദൈവത്തെ ആരാധിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എന്താണ് പറഞ്ഞത്? അവർ ലോർഡ് ഓഫ് ഇസ്രായേൽ, ഹിയർ ഓ ഇസ്രായേൽ, അതായത് ഇസ്രായേൽ സമുദായമേ കേൾക്കുക എന്നാണ് പറഞ്ഞത്. യേശു ഒരിക്കലും പറഞ്ഞില്ല ലോക മനുഷ്യരെ കേൾക്കുക എന്ന് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും പറഞ്ഞില്ല. അവിടെ യേശു പറഞ്ഞത് ഇസ്രായേലിയരെയാണ് അവിടെ സംബോധന ചെയ്തത്. അത് ബൈബിളിൽ പറയുന്നുണ്ട്, ഐ ബീൻ സെന്റ് ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ഇസ്രായേൽ, നഷ്ടപ്പെട്ട കുഞ്ഞാടുകളിലേക്കാണ് ഞാൻ അയച്ചിരിക്കുന്നതെന്ന് ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്. യേശുവിനെ ഇസ്രായേൽ സമുദായത്തിലേക്ക് അവരെ വഴി കാണിക്കാൻ വേണ്ടി യേശുവിനെ അയച്ചതാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഹിയർ ഓ ഇസ്രായേൽ, അവർ ലോർഡ് ഓഫ് ഇസ്രായേൽ ഇസ് വൺ, അതിലൊരു കാര്യമുണ്ട്, അവർ ലോർഡ്. ഈ അവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ദൈവം. അതായത് യേശുവിന് ഒരു ദൈവം ഉണ്ടെന്നാണ് കാണിക്കുന്നത്, നമ്മുടെ ദൈവം. ഇപ്പൊ യേശു ത്രിയേകത്തെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ഏകദൈവ വിശ്വാസം, അതായത് ക്രിസ്ത്യാനികളുടെ ആ വിശ്വാസത്തിലാണ് യേശു എങ്കിൽ യേശു അങ്ങനെ പറയില്ല. യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ദൈവം ഏകനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ യേശു അങ്ങനെയല്ല പറഞ്ഞത്, നമ്മുടെ ദൈവം. അതായത് എനിക്കൊരു ദൈവം ഉണ്ടെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എവിഡൻസ് തരികയായിരുന്നു ഈ ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ മതം. അതായത് ആ സഭ പഠിപ്പിക്കുന്ന മതമല്ല യേശുവിന്റെ മതം. അതേസമയം യേശു പറഞ്ഞതും ഈ ഖുർആൻ പറയുന്നതുമാണ് ശരിയായിട്ടുള്ള വഴിയെന്ന് എനിക്ക് ഒരു 2 ദിവസം കൊണ്ട് മനസ്സിലായി. അപ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പോയാൽ നിങ്ങളിലേക്ക് ഒരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ നിങ്ങളോടെ ഉണ്ടാവും എന്ന് യേശു പറയുന്നുണ്ട്. അത് സൂറ 61:6 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
യേശുവിന്റെ കാലത്തിന് ശേഷം അഹമ്മദ് എന്ന പ്രവാചകൻ വരുമെന്ന് യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? നമ്മളിൽ അവസാന നബി ആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ നമ്മൾ അംഗീകരിക്കണം, മുഹമ്മദ് നബിയെ നമ്മൾ പിന്തുടരണം, പരിശുദ്ധ അന്തിമ വേദഗ്രന്ഥമായ ഖുർആനിൽ നമ്മൾ വിശ്വസിക്കണം എന്നാണ് നമ്മൾ ഞാനിങ്ങനെ ഇത് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഇസ്ലാമിലേക്കുള്ള വഴിത്തിരിവുകൾ. ഞാൻ യേശു ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ വായിച്ചത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ആരാണ് യേശു? ആരാണ് യേശു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കും, നാളത്തെ ന്യൂസ് പേപ്പർ വായിക്കും. എന്തുകൊണ്ടാണ്? ഈ ഇന്നത്തെ പല ന്യൂസുകളും നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ നമ്മൾ നാളത്തെ പത്രത്തിലാണ് അറിയുന്നത് ഇന്നടത്ത് ഇന്നത് സംഭവിച്ചു. അതേസമയം യേശുവിനെ കുറിച്ചുള്ള ന്യൂസ്, അതായത് യേശുവിനെ കുറിച്ചുള്ള വാർത്ത വന്നത് ഈ പരിശുദ്ധ ഖുർആനിൽ കൂടാണ്. എന്താണ് യേശുവിനെ കുറിച്ചുള്ള വാർത്ത? യേശുവിനെ ആരും ക്രൂശിൽ തറച്ചിട്ടില്ല, യേശുവിനെ ആരും കൊന്നിട്ടുമില്ല. അതേസമയം യേശുവിനെ സ്വർഗത്തിലോട്ട് ആ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. യേശുവിനെ പോലെയുള്ള ഒരാളാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിൽ 157 പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായ എവിഡൻസ് ഉള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു മനുഷ്യരുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ വന്നു എന്ന് പറയുന്ന ക്രിസ്തീയ സഭ ആ ബൈബിളിൽ യേശു വായിച്ചു കഴിയുമ്പോൾ ആ ക്രൂശിൽ കിടക്കുന്ന യേശു എന്താണ് പറയുന്നത്? ഏലി ഏലി ലമ ശബദാൻ, എന്റെ ദൈവമേ എന്നെ കൈവിട്ട് തന്നതാണ്. ഇപ്പൊ സ്വമേധയാ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ വരുന്ന ഒരാള് യേശു ക്രൂശിൽ കിടന്നിട്ട് കരയേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അത് യേശു അല്ലായിരുന്നു, ക്രൂശിലുള്ളത് യേശു അല്ലായിരുന്നു എന്നുള്ള സുവിശേഷ വാർത്ത ഈ പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പരലോക വിശ്വാസം ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട യഹോവയായ, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് പങ്കു ചേർക്കാതിരിക്കുക. പിന്നെ അന്തിമ നബിയായ മുഹമ്മദ് നബിയെയും പരിശുദ്ധ ഖുർആനെയും നമ്മൾ അംഗീകരിക്കുക, അത് പിന്തുടരുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആനിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ഞാൻ ഈയിടയ്ക്ക് സുലൈമാൻ ദാരിമി അല്ലെങ്കിൽ മാത്യു ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ കാണാൻ ഇടയായി. അതിന് മറുപടി പറയണമെന്നത് എൻ്റെ ഒരു ബാധ്യതയായി ഞാൻ കരുതുന്നു. കാരണം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോയെന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ചില പോയിന്റ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതോ ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു, മുസ്ലിം പള്ളിയിലെ അച്ഛനായിരുന്നു. അന്നേരം ആരോ ചോദിച്ചു ആരാണ് യേശു, അതിന് ഉത്തരം കണ്ടില്ല. അങ്ങനെ ആരാണ് യേശു എന്ന് പറഞ്ഞ് അങ്ങനെ ബൈബിളിൽ വായിച്ചപ്പോൾ യേശു ആരാണെന്ന് കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് യേശു എന്നുള്ളത് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. യേശുവിൻ്റെ അമ്മയുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഖുർആനിൽ. സൂറ 19 അധ്യായം. അതിൽ 30 വചനത്തിൽ യേശു ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് യേശു ഉണ്ടായ ആ തൊട്ടിലിൽ കിടന്ന ആ യേശു പറഞ്ഞ അമ്മയുടെ ചാരിത്രത്തെക്കുറിച്ച് യഹൂദന്മാർ സംശയിച്ച്, എങ്ങനെയാണ് നീ കല്യാണം കഴിക്കാത്ത എങ്ങനെ ഒരു കുട്ടി ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ മറിയം ബീവി യേശുവിൻ്റെ അമ്മ പറഞ്ഞു, കുട്ടിയിലോട്ട് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കുട്ടിയോട് ചോദിക്കാൻ. അവരാശ്ചര്യപ്പെട്ടു, ഈ കുട്ടി അങ്ങനെ സംസാരിക്കുന്നു. ഇതൊന്നും ബൈബിള് പറയുന്നില്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശു തൊട്ടിൽ കിടന്ന് സംസാരിച്ചൊന്നും ബൈബിള് പറയുന്നില്ല. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ യേശു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് കൃത്യമായിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന് ദാസനാകുന്നു. ദാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവപുത്രനാകുമോ? ആവില്ല. ദാസനാകുക ദാസനാണെന്ന് പറയുന്നത്. എനിക്ക് വേദഗ്രന്ഥം തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ദൈവമാണെങ്കിൽ വേദഗ്രന്ഥം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്?
എന്നെ പ്രവാചകനായി. ഇപ്പൊ പ്രവാചകനാവുമ്പോൾ വേദഗ്രന്ഥം കൊടുക്കണം, അതല്ലേ? അതാണ് ഈ ദൈവം കൊടുത്ത വേദഗ്രന്ഥമാണ് ഗോസ്പൽ ഓഫ് ജീസസ്, അതായത് ഇഞ്ചീൽ. ഈ ഗോസ്പൽ ഓഫ് ജീസസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ കയ്യിലില്ല. ക്രിസ്ത്യാനികളുള്ളത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക്, അക്കോർഡിംഗ് ടു ജോൺ, അക്കോർഡിംഗ് ടു ലൂക്ക്. അതായത് അത് മലയാളത്തിലൂടെ തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം അല്ല, മാർക്കോസ് എഴുതിയ സുവിശേഷം. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ഇതാണ് യേശു ആരാണെന്ന് കണ്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വ്യക്തമായ രീതിയിൽ ഖുർആൻ മറുപടി പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബിയുടെ പേര് 4 പ്രാവശ്യമുള്ളൂ പരിശുദ്ധ ഖുർആനിൽ. ഈസാ നബിയുടെ പേര് 24-25 പ്രാവശ്യം അങ്ങനെ എന്തോ പറയുന്നു. ഇപ്പോൾ ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം, അല്ലേ? ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ മുഹമ്മദ് നബിയിലോട്ടാണ്. ആ മുഹമ്മദ് നബിയിലോട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടിമയിലോട്ട് ഞാൻ ഈ പരിശുദ്ധ വേദഗ്രന്ഥം അയച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ വന്ന് സംസാരിച്ചതും കൊടുത്തതും മുഹമ്മദ് നബിയിലോട്ടാണ്. അപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമുക്ക് വിളിക്കേണ്ട, ദൈവം അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മുഹമ്മദ്, അഹമ്മദ് എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്, 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നോട് അഡ്രസ് ചെയ്യാണ്, സയ്യിദേ നിങ്ങളിങ്ങോട്ട് വാ. അപ്പോൾ അയാളോട് 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സയ്യിദേ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല, ഇല്ലല്ലോ. 1 പ്രാവശ്യം അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് മുഹമ്മദ് നബിയിലോട്ട് തന്നെയാണ് അഡ്രസ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനിൽ യാ അയ്യുഹൻ നബി, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നാസ്. അപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് ആ ഡയറക്ഷൻ പറയുന്നുണ്ട്. യാ അഹ്ലുൽ കിതാബ്, യാ മൂസ, യാ ഈസ. അപ്പോൾ ആൾ കൃത്യമായിട്ട് അറിയാം ഇത് ആരിലോട്ടാണ് അഡ്രസ് ചെയ്യാൻ. കുലിയ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബുകാരോട് പറയുക, അതായത് ജൂത നസ്രാനികളോട് പറയുക. കുലിയാഹുൽ കാഫറൂൻ, അവിശ്വാസികളോട് പറയുക. ഇതാണ് ഖുർആൻ കൃത്യമായിട്ട് ഈ പറയുക എന്ന് പറയുന്ന ആരോടാണ് ഈ പറയണത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, നിങ്ങൾ പറയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ആയത്തെടുത്തിട്ട് അവിടുത്തെ ജനതയോട് പോയി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ റബ്ബ് ഏകനാണ്, നിങ്ങളുടെ ദൈവം ഏകനാണ്, ആ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ, ഖുർആന്റെ ആ വചനങ്ങളിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയോട് പറഞ്ഞു. ആ ജനത കാലാകാലങ്ങളിൽ ഈ അവസാന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലോട്ട് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ നബിയായി സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പം ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് നബി കൊണ്ടുവന്ന മതം ഒരു പുതിയ മതമല്ല. മുഹമ്മദ് നബി ഇസ്ലാം മതത്തിന്റെ ഉപജ്ഞാതാവ്, ഇസ്ലാം മതം കണ്ടുപിടിച്ച മുഹമ്മദ് നബി അല്ല. കാരണം എന്താണ്? മുഹമ്മദ് നബിയുടെ ഉപ്പയുടെ പേര് തന്നെ അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള, അതായത് അള്ളാഹുവിന്റെ അടിമ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം തന്നെ അറിയാലോ. ആ അള്ളാന്നുള്ള ആ വാചകം അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണല്ലോ അത്. കാരണം മുഹമ്മദ് നബി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ മുഹമ്മദ് നബിയുടെ പിതാവ് മരണപ്പെട്ടു. 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിക്ക് ഖുർആന്റെ ആദ്യത്തെ ഇത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നതും ഈ 40-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഈ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ വിശ്വാസം എന്ന് ആൾക്കാർ തെറ്റായി പറയുന്നത് ശരിയല്ല. മുഹമ്മദ് നബി അല്ല ഇസ്ലാം കണ്ടുപിടിച്ച ആള്. മുഹമ്മദ് നബി അന്തിമ പ്രവാചകൻ മാത്രമാണ്. ഈ മുഹമ്മദ് നബി എന്താണ് പറഞ്ഞത്? നമ്മുടെ ദൈവം ഏകനാണ്, ആ ദൈവത്തെ മാത്രം ആരാധിക്കുക. മുഹമ്മദ് നബി മക്കയിലെ മുശ്രിക്കുകൾ, അതായത് മക്കയിലെ അവിശ്വാസികളുടെ അടുത്ത് പോയത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല. മുഹമ്മദ് നബി അവിടെ പോയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് പങ്കു ചേർക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ 360 ഐഡൽസ് ഉണ്ടായിരുന്നു, ബിംബങ്ങളുണ്ടായിരുന്നു. ഈ ബിംബങ്ങൾ ഒരു ബിംബത്തിന്റെ പേര് അള്ളാന്നല്ല, അത് ആർക്കും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ മതം എബ്രഹാം പ്രവാചകൻ പറഞ്ഞ മതവും
മോശപ്രവാചകൻ പറഞ്ഞ മതവും മുൻ പ്രവാചകന്മാർ പറഞ്ഞ അതേ മതവും തന്നെയാണ്. അതുമല്ല, എബ്രഹാം പ്രവാചകൻ പണിത പള്ളിയാണ് ഈ മക്കയിലെ പള്ളി. ആ പള്ളിയിലെ ഏകദൈവ വിശ്വാസത്തെ നശിപ്പിച്ച് അവിടുത്തെ ആളുകൾ ബിംബത്തെ ആരാധിക്കാൻ വേണ്ടി അവിടെ സ്ഥാപിച്ചപ്പോൾ മുഹമ്മദ് നബി ചെന്ന് പറഞ്ഞു, നിങ്ങൾ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങുക, എബ്രഹാം നബിയുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുക. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് എബ്രഹാം നബി ക്രിസ്ത്യാനിയോ ജൂതനോ ആയിരുന്നില്ല, പക്ഷേ എബ്രഹാം നബി സത്യ ഏകദൈവ വിശ്വാസമായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ വചനം മനുഷ്യനായതാണ് യേശു എന്ന്. അതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ലോകം ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആത്മാക്കളെയും ദൈവം സൃഷ്ടിച്ചു. എൻ്റെയും നിങ്ങളുടെയും ഇനി വരാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് കാലാകാലങ്ങളിൽ ഈ ആത്മാവിനെ മനുഷ്യ ശരീരത്തിലോട്ട് ചേർത്തപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തത്. അപ്പോൾ യേശു ഉണ്ട് ആ കാലത്ത്, മൂസാ നബി ഉണ്ട് ആ കാലത്ത്, എല്ലാ പ്രവാചകന്മാരും ഉണ്ട്. ഈ ലോകത്തെ ജഡ്ജ്മെന്റിലേക്ക് മുന്നുള്ള അവസാനത്തെ ആളുടെ ആത്മാവ് വരെ ദൈവം അന്ന് സൃഷ്ടിച്ചിട്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അനസ്തുബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അതെ, അള്ളാഹു മാത്രമാണ് ഞങ്ങളുടെ ദൈവം, വേറെ ദൈവമില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കുന്നവർ ആ സത്യവിശ്വാസത്തിൽ നിൽക്കുകയും ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിക്കുന്നവർ അവർ ക്രിസ്തുമതത്തിലോട്ട് പോവുകയും ബുദ്ധമതം പിന്തുടരുന്ന അവരുടെ മാതാപിതാക്കൾ ആ മതത്തിലോട്ട് പോവുകയും ഹിന്ദുമതത്തിൽ ജനിക്കുന്നവർ ആ മതത്തിലോട്ട് പോവുകയും അങ്ങനെ ഭൂമിയിൽ വരുന്ന കണ്ടീഷനിൽ അവർ ഏത് മാതാപിതാക്കൾക്ക് ജനിച്ച് ആ ജനിക്കുന്ന ആ രീതിയിൽ അവർ ആ വഴിക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ വിശ്വാസത്തിൽ മാറിയത്. നമ്മൾ ഈ മരണത്തിന് ശേഷം ഈ മനുഷ്യ സമൂഹത്തെ പിന്നെയും ദൈവം വിളിച്ചു കൂട്ടും. ജഡ്ജ്മെന്റ് ഡേയിൽ, ഖിയാമത്ത് നാളിൽ നമ്മളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ദൈവം പിന്നീടും ചോദിക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദാനം തന്നത്? ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നുള്ളത്, ആ വാഗ്ദാനം നിങ്ങൾ മറന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ദൈവം പറയും, ഞാൻ നിങ്ങളോട് ഭൂമിയിൽ വെച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, കൂടുതലായി ഒന്നും ചോദിച്ചില്ല. നിങ്ങളോട് ചോദിച്ച് എന്നെ മാത്രം ആരാധിക്കുക, എനിക്ക് മാത്രം നിങ്ങൾ നമസ്കരിക്കുക എന്നാണ് ദൈവം ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ യേശു ദൈവം വചനമായി വന്നത് മനുഷ്യരൂപം എടുത്തു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ യഹ്യ അലൈഹിസ്സലാം, അത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതും എന്താണ്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അതായത് യഹ്യ എന്ന് പറയുന്നത് അതായത് സക്കറിയ അലൈഹിസ്സലാമിനുണ്ടായ പുത്രനാണ് യഹ്യ അലൈഹിസ്സലാം. അപ്പോൾ ഈ യഹ്യ അലൈഹിസ്സലാമിനെ കുറിച്ച് ദൈവം പറയുന്നത് എന്താണ്? അത് സ്പിരിറ്റ് ഓഫ് അല്ലാ, അതായത് സ്പിരിറ്റ്, എല്ലാം സ്പിരിറ്റ് ഓഫ് അല്ലാ എന്ന് വിചാരിച്ച് അവർ അള്ളാഹുവിന്റെ പുത്രനല്ല. ഇപ്പൊ ബൈബിളിൽ ഒരു മെൽക്കിസേദക്ക് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ബൈബിൾ പറയുന്നത് ആ രാജാവിന് മാതാവുമില്ല, പിതാവുമില്ല, സ്വന്തക്കാരുമില്ല, ആരുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മെൽക്കിസേദക്ക് യേശുവിനേക്കാളും വലുതാവോ? ആവോ? കാരണം യേശുവിന് അമ്മയുണ്ട്. അതേസമയം ആ മെൽക്കിസേദക്ക് എന്ന് പറയുന്ന ആ രാജാവിന് മാതാപിതാക്കളോ സ്വന്തക്കാരോ ആരുമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ഇതൊന്നും വല്ല ദിവ്യത്വം കാണേണ്ട നമ്മൾ നോക്കേണ്ടത്. ബൈബിളില് ഹെബ്രു 7 അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ മെൽക്കിസേദക്ക് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ രാജാവിന് മാതാപിതാക്കളോ ബന്ധുക്കളോ ആരുമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആ മെൽക്കിസേദക്കാണോ യേശുവിനേക്കാളും വലുത്?
കാരണം യേശുവിന് അമ്മയുണ്ട് അല്ലേ? മെൽക്കിസേദക്കിന് അച്ഛനും ഇല്ല, അമ്മയില്ല. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നത് സൂറ 3 സൂറത്തുൽ അൽ ഇമ്രാൻ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫാദർ സുലൈമാൻ അതായത് മാരി ജോസഫ് പറയുന്നത് മറിയത്തിന്റെ ഫാമിലി എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെ മറിയത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഖുറാനിലില്ല. ഫാമിലി ഓഫ് ഇമ്രാൻ, ഇമ്രാന്റെ ഫാമിലി എന്ന് പറയുന്നതാണ് ചാപ്റ്റർ 3. അതിൽ 59-ാമത്തെ വചനം പറയുന്നത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസയെ ഉപമിക്കാവുന്നത്, അതായത് ഈസ എന്ന് വെച്ചാൽ യേശുവിനെ ഉപമിക്കാവുന്നത് ആദമിനോടാണ്. കാരണം എന്താണ്? ആദമിന് അച്ഛനോ അമ്മയോ ഇല്ല. ആദമിനെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആദം, മനസ്സിലല്ലേ? അപ്പോൾ ദൈവം പരിശുദ്ധ ഖുർആനിൽ കൂടെ നമ്മൾ ഓർപ്പെടുത്തുന്ന വെച്ചാൽ, ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുൻ ഫയക്കൂൻ, അതായത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവുകയാണ്. ആകാശഭൂമികളെല്ലാം 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചത് ആ ഒരു കമാൻഡ് കൊണ്ടാണ്, കുൻ ഫയക്കൂൻ. അല്ലാതെ ദൈവം മറ്റ് ഏതൊരു രീതി സൃഷ്ടിച്ചതല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചാണ്. അതാണ്. അപ്പോൾ ഈ വചനം മനുഷ്യനായെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് യേശുവിനെ കുറിച്ച് ആളുകൾ പ്രതിപാദിക്കുന്നത്. പിന്നെ സുലൈമാൻ ദാരമി പറയുന്നത് മുഹമ്മദ് നബി മദീനയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ മദീനയിലോട്ട് പോകണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബി ആദ്യമായിട്ട് ഹജ്ജ് ചെയ്തത് മദീനയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. മദീനയിൽ നിന്ന് വന്നിട്ട് മക്കയിലാണ് ഹജ്ജ് ചെയ്തത്. ഇപ്പോൾ ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മക്കയിൽ മാത്രം ചെയ്യാം. മദീനയിൽ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനാർത്ഥം മാത്രമാണ്. അപ്പോൾ ഹജ്ജ് ചെയ്യേണ്ടത് മക്കയിലാണ്. അപ്പോൾ ഈ സഹോദരൻ പറയുന്നത് ഹജ്ജ് എന്ന് മദീനയിലാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അദ്ദേഹത്തിന് ഇസ്ലാം മതം എത്ര മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഹജ്ജ് ചെയ്യേണ്ടത് മക്കയിലാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഈ നിങ്ങൾക്ക് ഓരോ മാസം ഓരോ ഹജ്ജ് സീസണിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് മീന, അറഫ, ഹറം അല്ലാത്ത പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ശരിക്കും ഹജ്ജ് ചെയ്യേണ്ടത് മക്കയിലാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഖുർആൻ വായിച്ചപ്പോൾ 10-ാം അധ്യായത്തിൽ 94-ാം വചനം പറയുന്നത്, എന്തെങ്കിലും ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ, ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതായത് ക്രിസ്ത്യാനികളോട് അല്ലെങ്കിൽ ജൂതന്മാരോട് ചോദിക്കണം ആണെന്നാണ് പുള്ളി പറയുന്നത്. മുൻ വേദഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഖുർആനിൽ മെയിൻ പ്രതിപാദിക്കുന്നത് തൗറാത്ത് ഇഞ്ചീലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ദൈവം പറയുന്നത്, അതായത് അള്ളാഹു ഈ വാചകത്തിൽ പറയുന്നത്, മുൻ വേദഗ്രന്ഥങ്ങളിൽ പോലും നിങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദ് നബിക്ക് ഒരു സംശയമില്ല. മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് മുഹമ്മദ് നബിക്ക് ഒരു സംശയമില്ല, മുഹമ്മദ് നബിക്ക് വിശ്വസിച്ചവർക്ക് സംശയമില്ല. അത് ഈ സംശയമുള്ളതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളാണത് നോക്കേണ്ടത്. അവരുടെ വേദഗ്രന്ഥത്തിലാണ് നോക്കേണ്ടത്. എൻ്റെ വേദഗ്രന്ഥത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് അവരാണ് നോക്കേണ്ടത്, അല്ല ഇന്നത്തെ മുസ്ലിങ്ങൾ അങ്ങോട്ടല്ല നോക്കേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഖദീജയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, വറഖ ബിൻ നൗഫൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഏഞ്ചൽ ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ വഹിയുടെ ഉദ്ദേശം, അതായത് എന്തുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ വന്നത് എന്നതൊക്കെ മുഹമ്മദ് നബി ആ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഭാര്യയുടെ കസിനായ ഒരു വറഖ ബിൻ നൗഫലിന്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വറഖ ബിൻ നൗഫലിന് അന്നത്തെ തൗറാത്ത് ഇഞ്ചീൽ, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഇതല്ല പറയുന്നത്, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ദൈവം നേരിട്ട് കൊടുത്ത, ദൈവം അയച്ചു കൊടുത്ത ആ തൗറാത്ത് ഇഞ്ചീൽ നല്ല ഗ്രാഹ്യമുള്ള ആളായിരുന്നു. ആര് പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ നബിയാണ്, നിങ്ങൾക്ക് പ്രവാചകത്വം കിട്ടുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൂടാതെ വറഖ ബിൻ നൗഫൽ പറഞ്ഞത്, നിങ്ങൾ ഈ ഏകദൈവ വിശ്വാസം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആളുകൾ പോലും നിങ്ങൾക്ക് എതിരാവുമെന്ന്.
അതൊക്കെ അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ആളുകൾ അവർക്കെതിരാകുമെന്നുണ്ട്. കാരണം അതൊക്കെയാണ് പിന്നീട് സംഭവിച്ചത്. കാരണം മുൻ വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബിയെ കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഖുർആനിൽ വേറെ ആയത്തിൽ പറയുന്നുണ്ട്, അവർ മുഹമ്മദ് നബിയെ സ്വന്തം പുത്രന്മാരെ പോലെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. ദേ റെക്കഗ്നൈസ് ആസ് ദെയർ ഓൺ സൺ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ദൈവം മുൻ വേദഗ്രന്ഥത്തിൽ ഈ മുഹമ്മദ് നബിയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്നുള്ളത് ഖുർആനിൽ കൂടെ ഈസാ നബി പറഞ്ഞ കാര്യം ഞാൻ സൂറ 61:6 പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുൻ വേദഗ്രന്ഥങ്ങളിൽ ഈ അവസാന നബി വരാൻ പോകുന്ന നബിയെ കുറിച്ച് പറയുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കാനാണ് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയമില്ല, ഇന്നത്തെ മുസ്ലിംക്ക് സംശയമില്ല, ഈ മുസ്ലിം അന്ന് അനുയായികൾക്കും വിശ്വാസമില്ല, ആർക്കും ഒരു വിശ്വാസക്കുറവുമില്ല. ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു ഇത് അള്ളാഹു മുഹമ്മദ് നബിയിലേക്ക് അവതരിച്ച വേദഗ്രന്ഥമാണെന്ന്. ഈ അവസ്ഥയിൽ നോക്കേണ്ടത് ആരാണ്? ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ജൂതന്മാരാണ്. അവരുടെ ശരിയായ മതവേദഗ്രന്ഥം എന്ത് പറയുന്നു, അവസാനം വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച് എന്ത് പറയുന്നെന്ന് അവരാണ് നോക്കേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നത്, ദൈവം എന്നെ അടിമ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, യേശു മകനെ എന്ന് വിളിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ തമ്പുരാന്റെ അടിമ എന്ന് അറിയപ്പെടാനും അങ്ങനെ വിളിക്കപ്പെടാനും ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു, അത്യധികം സ്നേഹിക്കുന്നു. കാരണം ആരുടെ അടിമയാണ് ഞാൻ? ആകാശഭൂമി ഉടമസ്ഥനായ ദൈവത്തിന്റെ അടിമയാണ്, അല്ലാതെ ലോക്കൽ മുതലാളിയുടെയോ അല്ലെങ്കിൽ ലോക്കൽ വേറെ ആരുടെ അടിമയല്ല ഞാൻ ഏകനായ ദൈവത്തിന്റെ അടിമയാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ ഏകദൈവത്തിന്റെ അടിമകളെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത്. അത് എല്ലാ പ്രവാചകന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അടിമ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജീവൻ തന്ന് നമ്മളെ പരിപാലിച്ച് നമ്മളെ എന്നേക്കുമായ ഒരു നിത്യജീവൻ തരുന്ന സ്വർഗരാജ്യം തരുന്ന, സ്വർഗത്തിൽ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും തരാൻ പോകുന്ന ആ ദൈവത്തിന്റെ അടിമയാവുക എന്ന് പറയുന്നതിൽ അതിൽ പരം വേറെ എന്ത് സൗഭാഗ്യമാണ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാൻ പറ്റുക? അതിൽ പരം ഒരു സൗഭാഗ്യം ഒരു മനുഷ്യനും കിട്ടാൻ പറ്റില്ല. അത് മരിച്ചു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുള്ളൂ ആ സൗഭാഗ്യത്തിന്റെ വില. അത് ഖുർആൻ മനസ്സിലാക്കി വായിച്ചവർ, അർത്ഥമറിഞ്ഞ് വായിച്ചവർക്കായ മുസ്ലിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ആ ദൈവത്തിന്റെ അടിമ എന്ന് വിളിക്കുക. ഇന്ന് ബിൽഗേറ്റ്സ് ഒരാൾ നിങ്ങൾക്കൊരു $100 തരിക, അല്ലെങ്കിൽ $100 തരിക. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വേറൊരാളൊരു $100 തരിക. അപ്പോൾ നിങ്ങൾ പറയും, ആ സാധാരണ ആൾ വന്നാൽ $100 എന്തായാലും വാല്യൂ ഉണ്ടാവുമോ നിങ്ങൾക്ക്? ഇല്ല. അതേസമയം ബിൽഗേറ്റ് $100, ഓ ഈ $100 ബിൽഗേറ്റ്സ് എനിക്ക് തന്നാണെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ ഏകദൈവത്തിന്റെ അടിമയാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. മനസ്സിലായില്ലേ? കൃത്യമാണെന്ന് മനസ്സിലായി. ഇത് കൃത്യമായ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ആ സർവശക്തനായ ദൈവത്തിന്റെ അടിമയാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഇദ്ദേഹം സത്യ ഇസ്ലാമോ ഖുറാൻ പഠിച്ചു എന്നുള്ളതൊക്കെ പറയുന്നത്, ഇപ്പോൾ മിഷണറിമാരും ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചാൽ അവർ വിശ്വസിച്ചു പഠിച്ചു, അല്ലെങ്കിൽ മുസ്ലിം മാതാപിതാക്കൾ ജനിച്ചു പഠിച്ചു എന്നൊരു തെളിവല്ല അത്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഇസ്ലാം മനസ്സിലാക്കിയില്ല, ഖുറാൻ മനസ്സിലാക്കിയില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാൻ ഇസ്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇസ്ലാമിൽ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഇന്നും മാറ്റങ്ങൾക്ക് വിധേയമാവാതെ ഇന്നും നിലനിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. യാ യുഹന്നാസ്, അത് മനുഷ്യ സമുദായത്തെ മുഴുവനാണ്. പിന്നെ യേശു യഹൂദരെ എന്നാണ് വിളിച്ചത്. യഹൂദർക്ക് മാത്രം അയച്ചൊരു പ്രവാചകൻ എന്നുള്ള രീതിയിലാണ് ബൈബിളും ഖുർആനും പറയുന്നത്. അപ്പൊ ഞാൻ അന്നേരം ചിന്തിക്കാറുണ്ട്, ഈ യേശു ദൈവമായിട്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ മനുഷ്യരുണ്ടല്ലോ, എന്തുകൊണ്ട് ദൈവം ഇവിടെ വന്നില്ല? ഇന്ത്യക്കാരെ, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു, എന്തുകൊണ്ട് പറഞ്ഞില്ല? യേശു ഇസ്രായേൽ മാത്രം നിന്നതിന്റെ അതെന്താണ്? ഇതൊക്കെ ഈ തെളിവുകൾ കാണിക്കുന്നത് യേശു അവരിലോട്ട് മാത്രം അയച്ച ഒരാളെന്ന് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പോ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. ഈ
സർവ്വത്തിനും ഒരു കാരുണ്യമായിട്ടാണ് മുഹമ്മദ് നബിയെ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ യേശുവിൻ്റെ ഇന്നത്തെ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ആരാധനകൾ യേശുവിൻ്റെ കാലത്ത് ആർക്കും പരിചയമില്ല. യേശു ഇന്നത്തെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന പോലെ യേശുവിനെ ആരും ആരാധിച്ചിട്ടില്ല. യേശുവിൻ്റെ അമ്മയോ യേശുവിൻ്റെ ശിഷ്യന്മാരോ യേശുവിനെ അടുത്തുള്ളവരൊന്നും അവരെ ആരാധിച്ചിട്ടില്ല. പിന്നെ അതിലെനിക്ക് വേറൊരു ഇത് തോന്നിയത്, ഈ ദൈവ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്നു. ആ മനുഷ്യപുത്രനെ സ്നാനം ചെയ്യുന്നത് സ്നാപയോഹന്നാൻ. കൃത്യമായ ഒരു പോയിന്റാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ യേശു അല്ലേ സ്നാപയോഹന്നാനെ സ്നാനം ചെയ്യേണ്ടത്? അതോ മനുഷ്യനായ സ്നാപയോഹന്നാൻ യേശുവിനെയാണോ സ്നാനം ചെയ്യേണ്ടത്? വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കുക. ദൈവം മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ വന്നെന്ന്, അവന്റെ പാപമോചനത്തിന് വേണ്ടി വന്നു എന്ന് പറയുന്ന യേശുവിനെ വേറെ ഒരു മനുഷ്യൻ സ്നാനം ചെയ്യാന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ജീവിതം ഒരിക്കലേ ഉള്ളൂ. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമകാലം വരെ ആദ്യ നബിയായ ആദം നബി മുതൽ അന്തിമ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സമർപ്പണം. ആ സമർപ്പണത്തിൽ അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഇസ്ലാം മതം മനസ്സിലാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖുറാനും ഹദീസിലും കൂടെയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം പേര് വെച്ചിട്ട് ഒരാൾ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ധാരണയുണ്ട്, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ സത്യവിശ്വാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളിലോട്ടല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ മീഡിയ ഇസ്ലാമിനെ കുറിച്ച് എന്ത് പറയുന്നതാണെന്നോ എന്ത് പറയുന്നതെന്നല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ദൈവം അവതരിച്ച വേദഗ്രന്ഥമായ ഖുറാനിൽ കൂടെയും പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ വേദഗ്രന്ഥം ഒരു മനുഷ്യന് ഇതുപോലെ ഒരു വേദഗ്രന്ഥം എഴുതാൻ കഴിയില്ല. ഇതിൽ 99 ആട്രിബ്യൂട്ട്സ് ഓഫ് അള്ളാഹ്, അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങളെ കാണിച്ചിട്ടുള്ള 99 പേരുണ്ട് ഖുറാനിൽ, അസ്മാ സിഫസ് എന്ന് പറയും. അപ്പൊ ആ ഒരു ഗുണങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് എഴുതാൻ കഴിയില്ല. അന്നത്തെ അല്ല, ഒരു മനുഷ്യനോ ആ കാലത്തോ ഈ കാലത്തോ ദൈവത്തെ ഈ രീതിയിൽ വർണ്ണിക്കാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ പറയാനുള്ളൂ എന്നിൽ ഇന്ന ക്വാളിറ്റികളുണ്ട്. റഹ്മാൻ, റഹീം, അങ്ങനെയുള്ള പല 99 പേരുകളാണ്. അത് നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ ഖുറാൻ ഒരു മനുഷ്യ സൃഷ്ടിയല്ല. പിന്നെ അതുപോലെ തന്നെ ഖുറാനിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്നാണ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത്. അന്നത്തെ മനുഷ്യർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഇന്ന് ശാസ്ത്രം വികസിച്ചു കഴിഞ്ഞപ്പോൾ ഖുറാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തെളിയിക്കപ്പെടുന്നു. അതാണ് ഖുറാൻ എന്നേക്കുമായിട്ടുള്ളൊരു മിറക്കിളാണ്. ദൈവം മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഏറ്റവും വലിയ മിറക്കിളാണ് ഈ പരിശുദ്ധ ഖുറാൻ. പിന്നെ പരിശുദ്ധ ഖുറാൻ ഇന്ന് നശിപ്പിച്ചു കഴിഞ്ഞാലും, ഈ ലോകത്തുള്ള എല്ലാ പ്രിന്റുകളും നശിപ്പിച്ചു കഴിഞ്ഞാലും, ഈ പരിശുദ്ധ ഖുറാൻ 1 മണിക്കൂർ കൊണ്ട് മുസ്ലിംക്ക് തിരിച്ചു കൊണ്ടാൻ കഴിയും. കാരണം എന്താ? ഈ പരിശുദ്ധ ഖുറാൻ ലക്ഷക്കണക്കിനാണ് ആൾക്കാർ ബൈഹാർട്ട് ചെയ്തിരിക്കുന്നത്, അവർ മനഃപ്പാടമാക്കിയിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് അവർക്ക് ഈ പരിശുദ്ധ ഖുറാനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതേസമയം ഇതുവരെ ബൈബിൾ മുഴുവൻ കാണാപ്പാടം പഠിച്ച ഒരു ക്രിസ്ത്യൻ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ ആലോചിച്ച് നോക്ക്. അപ്പൊ ദൈവം ഖുറാനിൽ സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട് ഈ വേദഗ്രന്ഥം ദൈവം മനസ്സിലാക്കാൻ വളരെ ഈസി ആക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യൻ അറിയുന്ന ഇതാണ്. ഇപ്പൊ നമ്മൾ ഇന്നൊരു ഐഫോൺ മേടിച്ചു. ഐഫോൺ മേടിക്കുമ്പോൾ എന്താണ് നോക്കണത്? ആദ്യം നമ്മൾ നോക്കും ആപ്പിളിന്റെ ലോഗോ ഉണ്ടോ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് നോക്കണത്? അതിന്റെ യൂസർ മാനുവലിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോന്ന്. ഏതൊരു ഫോൺ മേടിക്കുമ്പോഴും അതിന്റെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന അതാണ് ശരിയായ പ്രോഡക്റ്റ്. അപ്പൊ നിങ്ങളൊരു മുസ്ലിമിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഖുറാനും ഹദീസും അതിന്റെ ലോഗോയും, അതായത് ആണാണെങ്കിൽ ആണിൻ്റെതായ ഐഡന്റിറ്റി, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ ഹിജാബ്, അതായത് പർദ, അങ്ങനെയുള്ള ഐഡന്റിറ്റി, ആ ലോഗോയും അതിന്റെ പ്രവൃത്തി, ഇതും രണ്ടും കൂടെ ഉണ്ടായാലും മാത്രമാണ് അതിന്റെ ശരിയായ പ്രോഡക്റ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സത്യം മനസ്സിലാക്കുക. ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നല്ല. ദീനിൽ ഒരു ബലപ്രയോഗവുമില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം,
വിശ്വസിക്കേണ്ടാത്തവർ വിശ്വസിക്കേണ്ട. അപ്പോൾ ഈ വേദഗ്രന്ഥത്തിൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുന്നത് എന്താണ്? നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ആ 60 വർഷം 60 വർഷം എത്ര വർഷം ജീവിക്കുന്ന ആ ജീവിത കാലഘട്ടം കൊണ്ട് നമ്മൾ ഈ നമ്മുടെ സൽക്കർമ്മങ്ങളും ഇന്നല്ലദീന ആമനു ആമലു സാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്തിട്ട് ആ ഈ ലോകം കൊണ്ട് നമ്മൾ പരലോകം വിജയിക്കണമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയാണ് ഞാൻ സ്വീകരിച്ചത്. പരിശുദ്ധ ഖുർആൻ എന്നെ സത്യവിശ്വാസത്തിലേക്ക് നയിച്ചതും ഈ പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ ലോകാവസാനം വരെ നിങ്ങൾക്ക് മനുഷ്യർക്കൊരു വഴികാട്ടിയാണ്. സൂറത്തുൽ ഇബ്രാഹിം പറയുന്നു, ഇത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ്, അതിനുവേണ്ടി മനുഷ്യൻ അയച്ചതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇസ്ലാം ആരുടെ മേലെയും ഇസ്ലാം സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമോട്ട് വരണമെന്നോ ആരും നിർബന്ധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതേസമയം ഇസ്ലാം മറ്റുള്ളവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലും സംസാരിക്കരുതെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഉന്നതരായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ടോ മുസ്ലിം പേരുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഉന്നതരാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറ 20 വേഴ്സ് 101, സൂറ 124-125 പറയുന്നു, നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അന്ധരായി ഉയർത്തി നരകത്തിൽ ഇടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന ഉമ്മത്തും വാഹിദ്, നമ്മളെ ഒരു കുടുംബം ആയിട്ടാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുടുംബം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കിച്ചണാകുമ്പോൾ അവിടെ ഗ്ലാസ്സുകളൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും, പക്ഷെ അതൊന്നും പൊട്ടുകയല്ലോ. നമ്മൾ അങ്ങനെ അല്ലേ, ശരി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മറ്റുള്ളവരിൽ എന്ത് നന്മയുണ്ട്, അയാളിൽ എത്ര നന്മയുണ്ട്, ആ നന്മയെ ഉദ്ദേശിച്ച് അയാളെ സ്നേഹിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ തിന്മകൾ കണ്ടെത്തുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ ഉമ്മത്തിന്, അതായത് മുസ്ലിം എന്ന് പറയുന്നവർക്ക് ഒരു നല്ല സ്വഭാവമല്ല. ഇത് പല രീതിയിലുള്ള വിഘടനങ്ങൾക്കും ഐക്യമില്ലായ്മയ്ക്കും കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വിഘടിച്ചു പോകരുത്, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക, ഈ സത്യ ഏകദൈവ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിങ്ങൾ ഒരുമിച്ച് മുന്നേറുക, അവിടെയാണ് നിങ്ങൾ വിജയികളാകാൻ പോകുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളും സഹായികളുമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ പല പല ആയത്തുകളിൽ കൂടെ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അല്ലാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കത്തിടത്തോളം കാലം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് നിൽക്കാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഭിന്നിപ്പിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിലോട്ടും ഹദീസിലോട്ടും മടങ്ങുക എന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസത്തിൻ്റെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഇസ്ലാമിൽ. നമ്മൾ അള്ളാഹുവിന് പ്രതിച്ചു കൊടുത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ലാന്ന്. അപ്പോൾ ആ ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവും അത്തിയുള്ള പത്തി റസൂ അള്ളാഹു പ്രവാചകനും പറഞ്ഞ ആ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മളിൽ എന്നും രണ്ട് ലോകത്തും വിജയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം വിട്ടുവീഴ്ചകളും ചെയ്യുക. അത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സത്യവിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് സത്യ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് ഈ പരലോക വിശ്വാസം മുന്നിൽ കണ്ട് നമ്മൾ ജീവിക്കുക. ഈ ലോകത്തിലെ വിജയം എന്ന് പറയുന്നത്
നമ്മുടെ മരണത്തോടെയാണ് തുടങ്ങുന്നത്. ആ മരിക്കുന്ന ഏതവസ്ഥയിൽ നമ്മൾ മരിക്കുന്നോ ആ അവസ്ഥയിലാണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. പലരും ഈ ലോകം അജ്ഞനായി ജീവിക്കുകയും ഖുർആൻ ഓർമ്മപ്പെടുന്നുണ്ട്, ദിസ് ലൈഫ് ഇസ് ആൻ അമ്യൂസ്മെന്റ് ആൻഡ് പ്ലേ. ഈ ജീവിതം വെറും ഒരു കളിയും തമാശയും മാത്രമാണ്. അപ്പം നമ്മുടെ പരലോക ജീവിതമാണ് എന്നേക്കുമായിട്ടുള്ള ജീവിതം എന്ന് നമ്മൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതം പരലോകത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുടുംബജീവിതം നയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏത് സാമൂഹിക ബന്ധവും പരലോക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പരലോക വിശ്വാസത്തിൻ്റെ വിജേതനാണ് എങ്കിൽ നമ്മളുടെ ജീവിതം എന്നും നമുക്ക് സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതമായിരിക്കും. അതാണ് നമ്മൾ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ആ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മളെ പരീക്ഷിക്കുമെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നേരിടാൻ പറയുന്നത്? സല ആൻഡ് സബർ, അതായത് നിസ്കാരവും ക്ഷമയും കൊണ്ട് നേരിടാനുള്ള പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരവും ക്ഷമയും വിട്ടുവീഴ്ചകളും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ സത്യവിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളാണ്. നമ്മൾ ഒന്നിച്ച് വർത്തിക്കുക. സഹാബികൾ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എങ്ങനെ നിന്നോ അതേ ഐക്യത്തോടെ നിൽക്കുക. നമ്മളുടെ വിജയം അവിടെയാണ്. BTV, being with you, the community channel. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.